രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ബിന്നി പറയുന്നുണ്ട്, എന്നോട് അനുമോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. അനുമോൾ എന്നോട് പറഞ്ഞതാണ് അവൾക്ക് പി ആർ ഉണ്ടെന്ന്. 16 ലക്ഷം രൂപയാണ് പി ആർ എന്ന് അവൾ എന്നോട് അവിടെ മരത്തിൻ്റെ താഴെ ബെഡിൽ അവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ സൈഡിലിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എപ്പോൾ പറഞ്ഞു? ഞാൻ പറഞ്ഞെന്നോ? എന്തോ ബിന്നി ഈ പറയുന്നത്? ഇവരോട് രണ്ടുപേരോടും പറയാത്ത കാര്യമാണോ ഞാൻ എന്നോട് പറയുന്നത്? അപ്പോൾ ആദിലയും നൂറയുടെ ഇടയ്ക്കാണ് അനുമോൾ ഇരിക്കുന്നത്. ബിന്നിയോട് ചോദിക്കുന്നുണ്ട്, ഇവരോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ബിന്നിയോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? പറഞ്ഞു, എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞു. ഇവിടെ പലരോടും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് വിൻ ചെയ്ത് പോയതിന് ശേഷം മാത്രം ബാക്കി കൊടുക്കണം, അഡ്വാൻസ് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളതെന്നും അനുമോൾ പറഞ്ഞെന്ന് ബിന്നി പറയുന്നു. അനുമോൾ ചോദിക്കുന്നുണ്ട്, എപ്പോൾ പറഞ്ഞു? എന്തു ഈ പറയുന്നത്? ഞാൻ എപ്പോൾ പറഞ്ഞെന്നാണ് പറയുന്നത്? അപ്പോൾ പറയാണ്, ആ മരത്തിൻ്റെ കീഴിൽ നിൻ്റെ ബെഡിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ അത് നിഷേധിക്കാമെന്നും ബിന്നി പറയുന്നുണ്ട്. ഒരാൾ പറഞ്ഞ കാര്യം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അത് നിഷേധിക്കാൻ പറയുന്നത്? ബിന്നിയുടെ ഈ ഒരു ക്രൂക്കഡ് മൈൻഡാണ് മനസ്സിലാവാത്തത്. അനുമോൾ പറഞ്ഞ കാര്യം പിന്നെ നിഷേധിക്കാനൂടെ പറയുന്നത് എന്തിനാ? അനുമോൾ ശാന്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു എന്നല്ലേ പറയുന്നത്? എത്ര ലക്ഷമാണ് ഞാൻ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ എത്ര കൊടുക്കണം, അതൊക്കെ പറഞ്ഞോളൂ. എല്ലാം പറഞ്ഞെന്നല്ലേ പറയുന്നത്? പറഞ്ഞെങ്കിൽ പിന്നെ അതുകൂടെ പറയുന്നത്, അത് പറയാതിരിക്കുന്നത്. ബിന്നി ചോദിക്കുന്നുണ്ട്, അത് ഞാൻ പറയട്ടോ? അപ്പം അനുമോൾ പറഞ്ഞു, ആ പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നല്ലേ പറയുന്നത്, അപ്പം പിന്നെ അത് പറയും. അപ്പം ബിന്നി പറയാം, 16 എത്രയാണ് കൊടുത്തതെന്നാണ് പറയുന്നത്, അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നതെന്നും അനുമോൾ പറഞ്ഞു എന്ന് ബിന്നി പറയുന്നുണ്ട്. അഡ്വാൻസ് മാത്രം കൊടുത്തു എന്നും ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, 16 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരേണ്ടെന്ന് ആവശ്യമേ ഇല്ലായിരുന്നെന്ന്. അനുമോൾ ആദിലയോടും നൂറയോടും പറയുന്നുണ്ട്, എൻ്റെ അമ്മ സത്യമായിട്ട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ. ഇവളെന്തൊക്കെയാ ഈ പറയുന്നത്? അനുമോൾ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നത് ഇവരുടെ രണ്ടുപേരുടെ അടുത്തുമാണ്, ഇവരോട് പറയാത്ത കാര്യം എങ്ങനെയാണ് ഞാൻ നിന്നോട് പറയുന്നത്? ഇത് ഉള്ളതാണെന്ന് പലരും പറഞ്ഞിരുന്നു, പിന്നെ കുറേ പേര് നിഷേധിച്ചത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോയത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് പറയത്തില്ലായിരുന്നെന്നും ബിന്നി പറയുന്നു. വീണ്ടും ബിന്നി പറയാണ്, മാത്രമല്ല നമ്മൾ വീക്കെൻഡിൽ പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആകുമ്പോഴത്തേന് നമുക്ക് നെഞ്ചെല്ലാം കൂടെ ഇടിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, പക്ഷേ അനുമോൾക്ക് അങ്ങനെയുള്ള യാതൊരു റിയാക്ഷനും ഇല്ല എന്നാണ് ബിന്നി പറയുന്നത്. പി ആറിൻ്റെ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് അനുമോൾക്ക് യാതൊരു വിധമായ ടെൻഷനും ഇല്ലാതെ ഫ്രീ മൈൻഡഡായിട്ടാണ് അനുമോൾ നിൽക്കുന്നതെന്ന് ബിന്നി പറയുന്നു. ഇത്രയും പി ആർ ഉള്ളത് കൊണ്ട് വളരെ കൂളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ബിന്നി പറയുന്നു. അനുമോൾക്ക് മാത്രമല്ല വേറുള്ളവർക്കും ഇവിടെ പി ആർ ഉണ്ടെന്ന് ബിന്നി പറയുന്നു. ഇവിടുന്ന് പോയവർക്കും പിന്നെ ഇവിടെ നിൽക്കുന്നവർക്കും പി ആർ ഉണ്ടെന്നും ബിന്നി പറയുന്നുണ്ട്. നമ്മളിവിടെ ഇത്രയും എഫേർട്ട് ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പി ആറുകാരെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പോലും നമുക്ക് തോന്നിപ്പോവുകയാണെന്ന് ബിന്നി പറയുന്നു. എന്നിട്ട് ബിന്നി ഒരു ഇമോഷണലി ഒരു അത്യാചാരം നടത്തിയിരിക്കുകയാണ്, കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് ലൈവിൽ നിന്ന്. എനിക്ക് എന്തുകൊണ്ടാണ് ഇമോഷണലി ഞാനിങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര വിഷമമുണ്ട്. നമ്മളിവിടെ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഒന്നുമില്ല, പക്ഷേ പി ആറുകാരാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നതെന്നുള്ള നിലയിൽ ബിന്നി സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ടാസ്കും വരുമ്പോൾ നമ്മുടെ കൈ ഇടിക്കുന്നു, ചതയുന്നു, ദേഹത്ത് കൊള്ളുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ ഓരോ ടാസ്കുകളും ചെയ്യുന്നത്. പക്ഷേ ഒരു എഫേർട്ടും എടുക്കാതെ അവർ മാറി നിന്നിട്ട് നോക്കുമ്പോൾ നമുക്കത് കാണുമ്പം വിഷമം ഉണ്ടാകുമെന്ന് ബിന്നി പറയുന്നു. ഇവിടെ ഒട്ടും പി ആർ ഇല്ലാത്ത നെവിനാണെന്ന് പറയുന്നു. അവൻ എങ്ങനെയാണോ വന്നത് അതേപോലെ നിന്നിട്ട് അവൻ ഫണ്ണിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ അവന് പി ആർ വർക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നും ബിന്നി പറയുന്നു.